സ്ലോട്ട് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നീ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ പിതാവേ, മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പല ദേശങ്ങളിലും പല ഭവനങ്ങളിലും ഇരുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അല്പസമയം ഞങ്ങളുടെ വചനം ധ്യാനിക്കുവാൻ തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. നാവിനോട് കൂടെ ഇരിക്കണമേ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടുകൂടി എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെല്ലാം അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. സകലവും അവിടുത്തെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഉപവാസത്തിലാണല്ലോ. ഇത് നമ്മുടെ ഉപവാസത്തിന്റെ 20ാമത്തെ ദിവസമാണല്ലോ. സ്തോത്രം. ഞാൻ ഈ ഉപവാസത്തില്, ഈ 21 ദിവസത്തെ ഉപവാസത്തില് ദൈവം തമ്പുരാൻ റാണി പാസ്റ്റർക്ക് കൊടുത്ത ആ ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കാരണം ഇയ്യോബിന്റെ പുസ്തകമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതൊരു പഴയ നിയമത്തിലെ പുസ്തകമാണെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളിത് ആഴമായിട്ട് പഠിക്കും. ഞാനൊരു 6-7 പ്രാവശ്യം ഈ പുസ്തകം വായിച്ച ആളാണ്. പക്ഷേ ഇത്രയൊന്നും ആഴമായിട്ട് ഞാനിത് പഠിച്ചില്ല, അത് മനസ്സിലാക്കിയില്ല. ഈ 21 ദിവസമാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഒരു കഷ്ടതയുടെയും പരിശോധനയുടെ പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് നമുക്ക് കഷ്ടതയുണ്ട്. കഷ്ടതയില്ലാത്ത ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടത ദൈവം നമ്മൾക്ക് തരുന്നത്, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ മനുഷ്യന് കഷ്ടത ദൈവം കൊടുക്കും. കാരണം അവൻ എത്ര ഉന്നതനായാലും, എത്ര വലിയവനായാലും, എത്ര വലിയ ഹീറോ ആണെന്ന് പറഞ്ഞാലും അവനെ ദൈവം ആദ്യം സീറോയിലേക്ക് കൊണ്ടുവരും. അവിടുന്നാണ് ദൈവം അവനെ പണിതെടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ കഷ്ടതയുടെ നടുവിലും എങ്ങനെ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് എങ്ങനെ പറ്റിയിരിക്കാമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ദർശനമുള്ള ഒരു വ്യക്തിക്ക് ഈ കഷ്ടതയൊന്നും സാരമില്ലെന്ന് എണ്ണുവാനും സാധിക്കും. അതും നമ്മളെ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കഷ്ടത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് നമ്മളെ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആ കഷ്ടതയുടെ നടുവിൽ നമ്മൾ സഹിഷ്ണുതയുടെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എത്ര വലിയ ഭക്തനായാലും നീതിമാനായാലും നമുക്ക് അനുതാപവും മാനസാന്തരവും വേണം എന്നുള്ളത് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുവാൻ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
കാരണം ഇയ്യോബിന്റെ വലിയ പരിശോധന അതിനകത്ത് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മൾ വീണ്ടും ഇത് കുറച്ചും കൂടി ആഴമായിട്ട് പഠിക്കുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഈ പുസ്തകം നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് നമ്മളോടുള്ള പക എന്തുമാത്രമുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പുസ്തകം കൂടുതൽ വായിച്ചെങ്കിലും ഒന്നും ഇതിനകത്തൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ, അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അത് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ പൊതുവെ ഒത്തിരി സംശയങ്ങൾ ഈ പുസ്തകത്തിനെ സംബന്ധിച്ചുണ്ട്. പലരും പറയുന്നത് ഇന്ന് ഇതൊരു സാങ്കല്പിക കഥാപാത്രമായി ഇയ്യോബ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇയ്യോബ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് തെളിവ് വേദപുസ്തകത്ത് തന്നെയുണ്ട്. നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അതിനുള്ള ഒരു തെളിവ് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ ഇതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ മക്കളും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും എല്ലാം ദൈവത്തെ വിട്ടിട്ട് അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. അങ്ങനെ വിഗ്രഹാരാധനയിൽ പെട്ട് കിടക്കുമ്പോൾ ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു, നീ അവരോട് എന്ന് പറ, ആ വിഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുമാറി അവർ എൻ്റെ ദൈവത്തിലേക്ക് മനം തിരിയാനായിട്ട് അവരോട് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദൈവം പറയുന്നത്, അങ്ങനെ നീ അവരോട് പറയുമ്പോൾ അവർ മനം തിരിയാൻ പറയണം. മനം തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ അവരുടെ ദേശത്തിൽ എൻ്റെ കൈ നീട്ടും, ആ കൈ നീട്ടുമ്പോൾ ഞാൻ അവരെ ഛേദിച്ച് കളയും എന്ന് ദൈവം യെഹെസ്കേലിനോട് പറയുന്നു. അപ്പോൾ യഹോവ അവിടെ പറയുന്നത്, ആ സമയത്ത് ഞാൻ അങ്ങനെ ഛേദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നോഹയുണ്ടായാലും ദാനിയേലുണ്ടായാലും ഇയ്യോബ് ഉണ്ടെങ്കിലും അവരുടെ 3 പേരുടെ പ്രാണൻ മാത്രമേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് അവരുടെ പുത്രന്മാരുടെ പോലും പ്രാണൻ രക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് ദൈവം അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ ദൈവം വീണ്ടും എടുത്തു പറയുന്നുണ്ട്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ 3 പേരുടെ പേര് ദൈവം വീണ്ടും എടുത്തു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവിനുമുള്ളവല്ലോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെയും ഇയ്യോബിന്റെ സഹിഷ്ണുതയെ പറ്റിയും അവസാനത്തെ അവനോട് ദൈവം കാണിച്ച ആ മഹാകരുണയെ പറ്റിയും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയും മനസ്സലിനെ പറ്റിയും ഒക്കെ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയ്യോബ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇയ്യോബിന്റെ പുസ്തകം എഴുതിയതും അതും വലിയ തർക്കത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയെന്നത് ചിലർ പറയുന്നുണ്ട് മോശ എഴുതിയെന്ന് പറയുന്നുണ്ട്, ചിലർ എസ്ര എഴുതിയെന്ന് പറയുന്നുണ്ട്, ചിലർ ശലോമൻ എഴുതിയെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് ഈ ഇതിനകത്ത് നമ്മുടെ ഇയ്യോബിന്റെ അകത്ത് തന്നെ ഏലിഹു എന്നൊരു കൂട്ടുകാരൻ വന്ന് സംവാദിക്കുന്നുണ്ട്, അവൻ എഴുതിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു വാക്യം കണ്ടുപിടിക്കാൻ പറ്റിയത് ഇതാണ്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇയ്യോബ് പറയുകയാണ്, അയ്യോ എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറമേൽ സദാകാലത്തേക്കും കൊത്തിവെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹം അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. മിക്കവാറും ഇത് ഇയ്യോബ് തന്നെയായിരിക്കും എഴുതാൻ സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ താല്പര്യം അദ്ദേഹം പറഞ്ഞത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞ് ഒത്തിരിയും കാലം ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം തന്നെ എഴുതിയതായിരിക്കും ചാൻസ്, എനിക്കറിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാരെഴുതിയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇതാരെഴുതിയാലും ഈ പുസ്തകം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇത് അംഗീകരിക്കുകയും ഇതിനകത്തുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഇതനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യാതിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബ് ആരാണെന്നും ഇയ്യോബിന്റെ ശരിയായ പശ്ചാത്തലം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇയ്യോബിന്റെ ഭക്തിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇയ്യോബിന്റെ നല്ല കാലത്തെ ഭക്തി കാണുവാൻ സാധിക്കും, ഇയ്യോബിന്റെ കഷ്ടകാലത്തെ ഭക്തി പോയി. അതായത് ഇനി അവന് പ്രതീക്ഷകളൊന്നുമില്ല, അങ്ങനെയുള്ള സമയത്തും അവന്റെ ഭക്തി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയ്യോബിന്റെ ജ്ഞാനത്തെ പറ്റിയും പരിജ്ഞാനത്തെ പറ്റിയും നമുക്ക് നല്ലതുപോലെ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജ്ഞാനവും പരിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളിൽ പല അർത്ഥങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീയമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം വരുമ്പോൾ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയേണ്ടുന്നത് പോലെ അറിയുക എന്നുള്ളതാണ് പരിജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഈ ഇയ്യോബിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്ന് പറയുന്നത് പീഡിതൻ എന്നാണ്. ഇയ്യോബിന്റെ പേരിന്റെ അർത്ഥം പീഡിതൻ എന്നാണ്. ഇയ്യോബ് ഒരു പുറംജാതിക്കാരനാണ്. അതും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം എവിടെയാണെന്ന് വെച്ചാൽ ഊസ് ദേശക്കാരനായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതെവിടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടെന്ന് അറിയാം. എന്നാൽ നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ ഊസ് ദേശത്തെ ഏതോ ദേശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയ ആളാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പലസ്തീൻ്റെ ഒക്കെ തെക്ക് കിഴക്ക് ഭാഗങ്ങളായിട്ട് വരുമെന്ന് തോന്നുന്നു. ശരിക്കും എനിക്കത് അറിയില്ല. അതുപോലെ തന്നെ ഈ പുസ്തകം ഏത് കാലത്താണ് എഴുതിയെന്നോ ഇയ്യോബിന്റെ കാലഘട്ടം ഏതാണെന്നോ ഒന്നും വളരെ വ്യക്തമായിട്ട് നമുക്കാർക്കും അറിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇയ്യോബിന്റെ കഷ്ടതയിൽ അവനെ ആശ്വസിപ്പിക്കാൻ വന്ന കൂട്ടുകാരനായ ശൂഹ്യനായ ബിൽദാദ്, അദ്ദേഹം അബ്രഹാമിന് കെതൂറ എന്നൊരു ഭാര്യയിലുണ്ടായ ശൂഹ തലമുറയിൽപ്പെട്ട ഒരാളാണെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏത് കാലഘട്ടത്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ഇയ്യോബ് ഒരു പുറംജാതിക്കാരായിരുന്നു. ഇയ്യോബ് ഒരു പുറംജാതിക്കാരനായിരുന്നെങ്കിലും അവന് ദൈവത്തെ പറ്റി നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവൻ ദൈവഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് യഹോവാഭക്തിയുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരു സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന 4 പ്രത്യേകതയാണ് ഇയ്യോബ് ഇവിടെ പറഞ്ഞത്, ദൈവം ഇവിടെ പറഞ്ഞത്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. രണ്ടാമത്, നമ്മൾ നേരുള്ളവരായിരിക്കണം. മൂന്നാമത്, നമ്മൾ യഹോവ ഭക്തിയുള്ളവരായിരിക്കണം. നാലാമത്, നമ്മൾ ദോഷം വിട്ട് അകലുന്ന ദൈവമക്കളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ദൈവം നിഷ്കളങ്കനാന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയെ കൂടെ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കും. അത് നോഹയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ആണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ട്. നോഹ നിഷ്കളങ്കനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും ദൈവം പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. അപ്പോൾ അതുപോലെ ഇയ്യോബിന് ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇയ്യോബിന് ജ്ഞാനവും ഉണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനവും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് നല്ല പരിജ്ഞാനം ഉണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളും അതുപോലെ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇയ്യോബിന്റെ പരിജ്ഞാനത്തെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ അത് ഞാൻ വായിക്കുന്നില്ല, ഞാനത് പറഞ്ഞു പോകാൻ, കാരണം നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണല്ലോ. അവിടെ ഇയ്യോബിന്റെ മക്കള് താൻ്റെ ദിവസം ആഘോഷിക്കുന്നുണ്ട്. ഈ താൻ്റെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ ആണ്. അതവരവിടെ ആഘോഷിക്കുമ്പോൾ അവരെന്തെങ്കിലും ദൈവഹിതമല്ലാത്തത് ചെയ്ത് കാണും, പാപം ചെയ്ത് കാണും എന്നുള്ളൊരു ബോധ്യം ഇയ്യോബിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയ്യോബ് അവരെ വിളിച്ചു വരുത്തുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാം. നമ്മൾ ആ ഭാഗം കുറച്ച് ആഴമായിട്ട് പഠിക്കുമ്പോഴാണ് ഇയ്യോബിന്റെ പരിജ്ഞാനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ കഷ്ടതയുടെ നടുവിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ വന്ന് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നന്മ തന്നപ്പോൾ നമ്മൾ അനുഭവിച്ചില്ലേ, ഈ തിന്മയെ കൂടെ അനുഭവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ ആഴമായിട്ട് പഠിക്കുമ്പോഴാണ് ആ ഇയ്യോബിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഇയ്യോബിന്റെ പുസ്തകം, ഇത് ഞാൻ പറയുന്നത് പറയട്ടെ, ഇതൊരു പാസ്റ്റർ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പം ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ പഠിക്കുമ്പോൾ
അവര് താൻ്റെ ദിവസം ആഘോഷിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഈ വാക്യം എടുത്ത് പ്രാവശ്യപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടു, ദൈവം മക്കൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നുണ്ട്. ഞാൻ പിന്നീട് വേദപുസ്തകം ഇങ്ങനെ കണ്ടിന്യൂ വായിക്കുമ്പോഴൊക്കെ ഞാൻ മൊത്തത്തിൽ നോക്കുമായിരുന്നു, എവിടെങ്കിലും ഇങ്ങനെ ആഘോഷിച്ചൊരു വല്ലൊരു കൊണ്ടുവന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഹേരോദാവ് ആഘോഷിക്കുന്നത് കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ പഠിക്കുമ്പോൾ പുറം ജാതിക്കാർ, ഇവർ രണ്ടുപേരും ജാതികളാണ്, ദൈവമക്കളിൽപ്പെടുന്നവരല്ല, രണ്ടുപേരും ജാതികളാണ്. ഒന്നത്. രണ്ടാമത്തത് ഇയ്യോബിന്റെ മക്കൾ ആഘോഷിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചത്? 10 മരണം സംഭവിച്ചത്. അതുപോലെ തന്നെ ഹെരോദാവ് ആഘോഷിച്ചപ്പോൾ യോഹന്നാന്റെ തല അവിടെ പോയി. ഇവിടെ രണ്ടിടത്തും മരണമാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി അതുകൊണ്ടായിരിക്കും ഞാനിതൊക്കെ വീഴ്ചയെന്ന്. ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് ആഘോഷിക്കുന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഈ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ യേശു കർത്താവ് 33 വർഷം ഇവിടെ ജീവിച്ചു. യേശു കർത്താവ് എങ്ങും ബർത്ത്ഡേ ആഘോഷിച്ചില്ല. യേശു കർത്താവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഇവിടെ എത്രയോ വർഷം ജീവിച്ചു, അവരാരും ബർത്ത്ഡേ ആഘോഷിച്ചായിട്ട് കാണുന്നില്ല. എത്രയോ പ്രവാചകന്മാരെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നു, അവരാരും ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് 3-4 വർഷം കൊണ്ട് തന്നെ ഞാൻ എല്ലാ ആഘോഷങ്ങളും നിർത്തി. കാരണം ഈ വേദപുസ്തകം പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന്. കാരണം ക്രിസ്മസ് ആഘോഷം, ഈസ്റ്റർ ആഘോഷം, ഓണം ആഘോഷം, ഇതൊക്കെ അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞാൻ നിർത്തി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടെ ഞാൻ നിർത്തി. 2 വർഷമായി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ നിർത്തിയിട്ട്. കാരണം ദൈവഹിതമല്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഉള്ളതൊന്നും അല്ലല്ലോ അത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബർത്ത്ഡേയുടെ ദിവസം വരുന്ന ആ ദിവസം എഴുന്നേറ്റ് 2 സ്തോത്രം കൂടെ അധികം പറയും, 2 സ്തുതിയും കൂടെ അധികം പറയും, അല്ലെങ്കിൽ ഇച്ചിരിയോട് ദൈവത്തെ സ്തുതിക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ. അപ്പം എൻ്റെ കർത്താവ് തന്നെ എന്താ നമ്മളോട് പറഞ്ഞത്? കർത്താവിൽ സന്തോഷിക്കാൻ പറയാം. അപ്പം ദൈവം ഒരു ദിവസം നമുക്ക് ദാനമായിട്ട് തരുമ്പോൾ, അത് വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, നമ്മുടെ ജന്മദിനം ആയിക്കോട്ടെ, അന്ന് നമ്മൾ നമ്മുടെ മക്കളെ ആയിക്കോട്ടെ, അവരെ വിളിച്ചടുത്തിരുത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയണം. അതാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ബർത്ത്ഡേ ഒക്കെ എന്ന് വെച്ചാൽ എവിടെ നിന്ന് വന്ന് കയറിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊന്നും നേരത്തെ ഒന്നും നമ്മുടെ കേരളത്തിലൊന്നും ഉണ്ടായിട്ട് എനിക്കറിയില്ല. എൻ്റെ കൊച്ചുനാൾ ഇങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 66 വയസ്സുണ്ട് ഇപ്പോൾ. ഞാനിതൊന്നും കേട്ടില്ല. ഒരു 10-25 വയസ്സൊക്കെ ആയപ്പോൾ, അത് അന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, അന്നൊക്കെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയുടെ കാലത്ത് ബർത്ത്ഡേ എവിടെ ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അന്ന് പിന്നെ ഈ കാലഘട്ടം മാറിയപ്പോൾ ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അഹങ്കാരം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനങ്ങനെ ഞാൻ പറയുന്നത്. കാരണം ഇപ്പം ബർത്ത്ഡേ ഒക്കെ ഡെത്ത് ഡേ ആയിട്ട് മാറുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞാൻ കണ്ടത് ഒരു യുവതി, ഒരു 10-24 വയസ്സ് കാണുമായിരിക്കും, വലിയ ആഡംബരത്തോടു കൂടി ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു. അവള് കാല് വെച്ചിട്ട്, ചെരുപ്പ് പോലും ഇടാണ്ട് ആ കാല് വെച്ചിട്ട് ആ കേക്ക് ചവിട്ടി പൊട്ടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ തലമുറയൊക്കെ ഇന്ന് എവിടെ പോയി നിൽക്കുന്നു. കാരണം അവർക്ക് അറിയില്ല പട്ടിണി എന്താണെന്നോ, ഈ ധാന്യം എങ്ങനെ. ഞാനിപ്പോഴും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കർഷകർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം അവൻ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ കാശ് വെച്ചുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യാനൊക്കും? വല്ലതും ഭക്ഷിക്കാനൊക്കുമോ? അവർക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവൻ്റെ വിയർപ്പാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് 5-10 ലക്ഷം രൂപ ഒക്കെ മുടക്കി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട്. അവിടെ വരുന്നത് 10,000 ആൾക്കാരായിരിക്കും. അവരൊക്കെ തിന്ന് അവർ വേസ്റ്റ് കളഞ്ഞേച്ച് പോകുന്നു. നമ്മൾ അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ വേസ്റ്റ് വട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 250 പേർക്ക് തിന്നാനുള്ള ആഹാരം അവിടെ കാണും. അപ്പം നമ്മളൊന്നും മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന പാപം എന്താണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഒരുത്തിന് ഒരു നേരത്തെ ആഹാരം ഇല്ലാണ്ട് ഒരു കുഞ്ഞ് കിടന്ന് വിശന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ വേസ്റ്റായി കളയുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ദൈവസന്നിധി വലിയ പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കാരണം അവർക്ക് വിശപ്പ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. ഞാനിപ്പോൾ ഈ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം നമ്മുടെ മുമ്പില്ലാത്തതുകൊണ്ട് ആ ഭാഗം പോയി. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇയ്യോബിന്റെ പുസ്തകത്തിലെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് കഷ്ടതയും സഹിഷ്ണുതയുമാണ്. ദൈവത്തിന് സ്തോത്രം. അല്ല, കഷ്ടതയും പരിശോധനയുമാണ്. ഇന്ന് അനേകർ ധരിച്ചു വെച്ചിരിക്കുന്നത്, കഷ്ടത നമുക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപിയാണ്. കാരണം ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്. ഒന്നുകിൽ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെന്താ പറയുന്നത്? അത് അവൻ്റെ കൈയിരിപ്പ് കൊണ്ട് പറ്റിയതാണ്, ദൈവം അവന് കൊടുത്ത ശിക്ഷ. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണമെന്നത്, തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ ശിക്ഷയായിട്ട് മാത്രമല്ല ദൈവം നമുക്ക് കഷ്ടത തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തനിക്ക് വേണ്ടി ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ചില കഷ്ടതകൾ കൂടി ദൈവം ആ മനുഷ്യന് കൊടുക്കും. അതിന് യാതൊരു സംശയമില്ല. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അപ്പോൾ ഈ കഷ്ടതകളൊന്നും നമ്മളെ മുടിച്ചു കളയുവാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെ തകർത്ത് കളയാനുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് കർത്താവിന്റെ കൈക്കിണങ്ങിയ ഒരു പാത്രമായി കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം തന്നെ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കുന്ന നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അവിടെ. കാരണം ആ കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കാതെ വിശുദ്ധനായ ദൈവം വസിക്കുന്നിടത്തോട്ട് നമ്മളെ എങ്ങനെ കൊണ്ടുപോകും കർത്താവ്? സ്തോത്രം. അപ്പൊ ആ വിശുദ്ധി നമുക്ക് വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ രൂപാന്തരത്തിനകത്ത് ഒരു കഷ്ടതയുണ്ട്. സ്തോത്രം. കഷ്ടതയില്ലാതെ കണ്ടൊരു രൂപാന്തരം നടക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മളോട് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കഷ്ടത തരുമ്പോൾ അത് നമ്മൾ ക്ഷമയോടുകൂടി സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ കഷ്ടതയ്ക്കകത്തിരുന്നുകൊണ്ട് ക്ഷമയോടുകൂടി നമ്മൾ തെളിഞ്ഞ സ്വഭാവമുള്ളവരായിട്ട് മുമ്പോട്ട് വരണം. ആ തെളിഞ്ഞ സ്വഭാവത്തിൽ കൂടി നമുക്ക് പ്രത്യാശയുള്ളവരായി മാറണം. ഞാൻ പറയുന്നത് കഷ്ടതയ്ക്കകത്ത് നമ്മൾ പ്രശംസിക്കണം. സ്തോത്രം. ഈ കഷ്ടത എന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പോകില്ല. നമ്മൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ദൈവം നമുക്ക് കഷ്ടത തരുമ്പോൾ നമ്മൾ അതിൽ പ്രശംസിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന്. അനേക കഷ്ടങ്ങളിൽ കൂടി സ്വർഗരാജ്യത്തിൽ ഒരു ഭക്തനെ എത്തണമെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മേളത്തെ ഈ പറഞ്ഞ പൗലോസിന്റെ അനുഭവം അറിയണമെങ്കിൽ അതിന്റെ മുകളിലത്തെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം. യഹൂദന്മാർ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് അദ്ദേഹം മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് എടുത്ത് പട്ടണത്തിന് പുറത്ത് കളഞ്ഞിട്ട് പോയതാ. അവിടെ നിന്നാണ് എഴുന്നേക്കുന്നത്. അവിടെ നിന്ന് ഭരണവാസനോട് കൂടെ എഴുന്നേറ്റ് ദർബയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ശിഷ്യന്മാരെയൊക്കെ കൂട്ടി അവരോട് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന്. ആ വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മൾ അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ഒരു കല്ലിൻ്റെ ഏറ് കൊണ്ട് ഞാൻ 3 ദിവസം കട്ടലെന്ന് എഴുന്നേറ്റ് പോകും. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കല്ലുകൊണ്ട് എറിഞ്ഞ് നീര് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ എൻ്റെ കഴിഞ്ഞ ആഴ്ച റാണി പാസ്റ്റർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ നമ്മളൊന്ന് കേൾക്കണം, വായിക്കണം, പഠിക്കണം. ഞാൻ വേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ട് ഇദ്ദേഹം മനുഷ്യനാണെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം കഷ്ടതയായിരിക്കും. നമ്മളെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിലാണ്. എനിക്ക് തോന്നുന്നു ഈ പരിശുദ്ധാത്മാവ് പൗലൂസിനെ കൈവെള്ളെ കൊണ്ടു നടന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വീര്യ പ്രവൃത്തികളും അത്രമാത്രം കഷ്ടതകളും പങ്കപ്പാടുകളും സഹിച്ച ഒരു വ്യക്തിയാണ് പൗലൂസ് എന്ന് നമുക്ക് പൗലൂസിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദാനം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദാനമാണെന്ന്. അതെവിടെ എഴുതിയേക്കുന്നത് നോക്കിയാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാൻ നമുക്ക് വരം നൽകിയിരിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദാനമെന്ന്. സ്തോത്രം. അപ്പൊ നമുക്ക് ദൈവം ദാനം തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദാനം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിലൊക്കെ 9 ഫലങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ 9 ഫലങ്ങൾ. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെടുന്ന ഒരു വരവെന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ഫലമുണ്ടോ ബാക്കി ഫലങ്ങളെല്ലാം തനിയെ ഉണ്ടായിക്കൊള്ളും. അതായത് നമ്മൾ ഈ ഓറഞ്ച് കണ്ടിട്ടില്ലേ, അത് പൊളിക്കുമ്പോൾ അതിനകത്ത് എത്ര അല്ലികളായിരിക്കുന്നത്, അതുപോലെ ഈ സ്നേഹത്തിനകത്തുള്ള അല്ലികളായി ബാക്കി കാണുന്നതൊക്കെ. ഈ സ്നേഹം നമ്മൾ ഉണ്ടോ ഈ ബാക്കി എല്ലാ ഫലങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടോ? സന്തോഷമില്ലെന്നുണ്ടെങ്കിൽ സമാധാനമുണ്ടോ? സമാധാനമില്ലെന്നുണ്ടെങ്കിൽ അവിടെ ദീർഘക്ഷമയുണ്ടോ? ദീർഘക്ഷമയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദയ ഉണ്ടാവുമോ? ദയയില്ലെങ്കിൽ നമുക്ക് പരോപകാരം ചെയ്യുന്നു. അപ്പം നമ്മളിത് വ്യക്തമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ഈ സ്നേഹം എന്ന ഫലം അത് നമ്മുടെ ഉള്ളിൽ
തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടത ഒരിക്കലും നമുക്ക് ദൈവം നൽകുന്ന ശിക്ഷയുമല്ല, ബാലശിക്ഷയുമല്ല, മറിച്ച് ദൈവം നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടി നമുക്ക് തരുന്ന ഒരു ദാനമാണ് എന്ന് നമ്മൾ കഷ്ടതയെപ്പറ്റി ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം ഒന്നും ദൈവം നമുക്ക് തരുത്തുമില്ല. ഹല്ലേലൂയ. നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം ദൈവം തരുത്തതുമില്ല. മാത്രമല്ല, നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് പോകാൻ വഴിയും ദൈവം തന്നെ കണ്ടുകൊള്ളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇയ്യോബിന്റെ ദൗർഭാഗ്യങ്ങളും ദുരന്തങ്ങളും കഷ്ടതകളും ഒക്കെയാണ്. അന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയ്യോബ് ഏറ്റവും വലിയ ധനികനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ജീവിച്ച ഇയ്യോബിനാണ് ഇവിടെ ഈ വലിയ അനർത്ഥം സംഭവിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ 3 കൂട്ടുകാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വരുന്നതാണ് പിന്നീട് നമ്മൾ വേദപുസ്തകത്തിനകത്ത് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്കൊരു കഷ്ടത വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുമോ? എനിക്കിത് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്കിതൊക്കെ നല്ല അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ സമയമില്ല. ഞാനൊക്കെ മണിക്കൂറുകൾ എടുക്കും. ഞാൻ അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊരു കഷ്ടത വന്നു കഴിഞ്ഞാൽ വീട്ടുകാരായാലും നാട്ടുകാരായാലും സഭക്കാരായാലും സമൂഹത്തിലുള്ളവരായാലും അയലുകാരായാലും കൂട്ടുകാരായാലും ആരും കാണത്തില്ല. അതുവരെ എല്ലാവരും കൂടെ കാണും. അതിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ അനുഭവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നേരം വെളുക്കും ചിലപ്പോൾ എന്നെ വിളിച്ചുണർത്തുന്ന തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ആയിരിക്കും. രാത്രി 11 മണി 12 മണിയൊക്കെ ആകും എൻ്റെ വീട്ടിൽ നിന്ന് ആളൊഴിയാനായിട്ട്. അതിനകത്ത് വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഭക്കാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബമുണ്ട്. പിന്നെ ആകെ കൂടി എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഈ കർത്താവ് മാത്രമാണ്. വേറെ ആരുമില്ല. 24 മണിക്കൂർ ഈ കർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽക്കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് 3 കൂട്ടുകാർ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർ കടന്നു വന്നിട്ട് അവർക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. 7 ദിവസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ലെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇയ്യോബിൻ്റെ കഷ്ടത എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. 7-ാമത്തെ ദിവസം ഇയ്യോബ് തന്നെ അങ്ങോട്ട് പറയുകയാണ്. അവനാണ് സംസാരിക്കുന്നത്. 3-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ്റെ വിലാപമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 3-ാം അധ്യായം മുതൽ ഏതാണ്ട് 31-ാം അധ്യായം വരെ ഇയ്യോബും തൻ്റെ കൂട്ടുകാരായ എലീഫാസും ബിൽദാദും സോഫറുമായിട്ട് സംവാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 32-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ചെറുപ്പക്കാരനായ ഏലീഹു എന്ന് പറഞ്ഞൊരു വ്യക്തി സംവാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് 38 മുതൽ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരിലേക്ക് ഇറങ്ങി വരികയും ദൈവം സംസാരിക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഇയ്യോബിൻ്റെ കൂട്ടുകാരനായ എലീഫാസ് ഇയ്യോബുമായിട്ട് 3 പ്രാവശ്യം സംസാരിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പാപം നിമിത്തമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നമുക്കൊരു കഷ്ടത വരുമ്പോഴും ഇങ്ങനെ തന്നെ ആൾക്കാർ പറയുന്നു, നമ്മൾ പാപം ചെയ്തതിൻ്റെ പേരിലാണ് പല ആൾക്കാരും പറയും. വിശേഷിച്ച് നമ്മളോട് അസൂയുള്ളവരാണ് പിന്നെ പറയുകയും വേണ്ട, അവരത് തന്നെ പറയുള്ളൂ. ഇവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നു, ഇവൻ അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ എലീഫാസും ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനത് വായിക്കുന്നില്ല, കാരണം എടുത്ത് വായിക്കുമ്പോൾ അത്രയും സമയം പോകുമല്ലോ. എലീഫാസ് അവിടെ പറയുന്നത്, നീ നിന്റെ വഴിയിൽ കൂടി നടന്നു, പാപം ചെയ്ത് മനസ്സില്ലാത്തനായി ജീവിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടത വന്ന് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് എലീഫാസ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി 2-ാമത്തെ കൂട്ടുകാരനായ ബിൽദാദിനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹവും എത്ര പ്രാവശ്യം സംസാരിക്കും? 3 പ്രാവശ്യം ഇയ്യോബുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് നീ ഒരു കപടഭക്തിക്കാരനാണെന്നാണ്, നിന്റെ കാപട്യം പുറത്തു വരാൻ വേണ്ടി ദൈവം നിനക്ക് ശിക്ഷ എന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യോബ് അവിടെ ബിൽദാദ് ഇയ്യോബിനോട് പറയുന്നത്, നീ നേരുള്ളവനും നിർമ്മലനൊന്നും അല്ല, നീ വെറും കപടഭക്തിക്കാരനാണ്, നീ കപടഭക്തിക്കാരനായിട്ടാണ് ദൈവം നിനക്ക് ഈ കഷ്ടതകളെല്ലാം തന്നതെന്നാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കൂട്ടുകാരനായ സോബറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ സോബർ 2 പ്രാവശ്യം മാത്രമേ അവിടെ സംസാരിക്കാനായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത്, ഇയ്യോബേ നിന്റെ ഈ കഷ്ടത വന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇച്ചിരി മയത്തിൽ പറഞ്ഞൊരു കക്ഷി അദ്ദേഹം മാത്രമാണ്. അത് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ. അവിടെ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കഷ്ടത വരുന്നത് നമുക്കാർക്കും ഗ്രഹിക്കാനുള്ള കഴിവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ 1 പ്രാവശ്യം മാത്രം സംസാരിച്ച വ്യക്തിയാണ് ഏലീഹു. അദ്ദേഹം പറയുന്നതെല്ലാം യൗവനക്കാരുടെ അഭിപ്രായമാണ് കൂടുതലും നമ്മൾ കാണുന്നത്. എന്നാൽ ഇയ്യോബിനോട് പറയുന്നത് കഷ്ടതയുടെ കാരണം കൂടുതൽ ചെയ്തെന്ന് വെച്ചാൽ നീ പാപം ചെയ്തുകൊണ്ടെന്നാണ് അദ്ദേഹവും പറയുന്നത്.
അങ്ങനെ ചെയ്യാതെ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഏലിഹൂവിന്റെ സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയും അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 35-ാം അധ്യായം 13-14 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞു പോകുന്നത്. ഏലിഹൂ പറയുന്നത് ദൈവമാണ് വ്യവഹാരം ചെയ്യുന്നത്, അതുകൊണ്ട് നീ ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ പറയുന്നു. എലിഹു പറയുന്നത് ദൈവം തീർച്ചയായിട്ടും ഇടപെടും, സംസാരിക്കും, നീ അതിനുവേണ്ടി കാത്തിരിക്കണം. യോബ് ഇവരോട് 4 പേരോടും മറുപടി പറയും നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവർ 4 പേരും പറഞ്ഞത് ഇയ്യോബ് പാപം ചെയ്തതിൻ്റെ പേരിലാണ് ഇയ്യോബിന് ഈ കഷ്ടത വന്നെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരം. എന്നാൽ ഇയ്യോബ് അവരോട് പറയുന്നത് എനിക്ക് ഈ കഷ്ടത തന്നത് എന്നെ തകർക്കാൻ വേണ്ടിയായിരുന്നു, എനിക്കൊരു കഷ്ടത ആവശ്യമായിരുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ തകർച്ച നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിന് ഒരു തകർച്ച ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇയ്യോബിന്റെ 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത് ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. സ്തോത്രം. നമ്മൾ പ്രിയമുള്ളവരെ ഇന്ന് കടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്വർണത്തിന് പറയുന്ന പേരും സ്വർണ്ണം എന്നാണ്. നമ്മുടെ വീട്ടിൽ 10, 25, 30 വർഷമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ പേരും സ്വർണ്ണമെന്ന് തന്നെയാണ്. പക്ഷേ ആ കടയിലിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണത്തിന് മൂല്യം അത്രയും മൂല്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെപ്പോഴാണ് മൂല്യം ഉണ്ടാകുന്നത്? അത് തീയിൽ കൂടി കടത്തി വിടുമ്പോൾ, അത് ഊതിക്കഴിച്ചെടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് കർത്താവ് സ്നേഹിക്കുന്നവരെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് കഷ്ടത്തിൽ കൂടി അവരെ കടത്തി കർത്താവിന് കൈക്കിണങ്ങിയ ഒരു പാത്രമാക്കി, അല്ലെങ്കിൽ അത് കൈക്കിണങ്ങിയ ഒരു മൂല്യമുള്ള പാത്രമാക്കി യേശു കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടത എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ തകർത്ത് കളയാനോ മുടിച്ചു കളയാനോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് ഇവരുടെ സമ്പാദത്തിനകത്തോട്ട് ദൈവം ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് 38-ാം അധ്യായം മുമ്പോട്ട് നമ്മൾ 42-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ദൈവം അവരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് ഒരു പ്രത്യേകതയുള്ള മനുഷ്യനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ടാണ് ദൈവം അവനെ ഇങ്ങനെയൊക്കെ ഒരുക്കിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവം ഏത് പ്രകാരം രൂപാന്തരപ്പെടുത്തി എടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ 42-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 7-8 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇയ്യോബിനെ പറ്റി പറയുന്നത് അവനെൻ്റെ ദാസനെന്നാണ്. സ്തോത്രം. 4 പ്രാവശ്യം അവിടെ എടുത്തു പറയുന്നത് അവനെൻ്റെ ദാസനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയും വലിയ കഷ്ടത്തിൽ കൂടി പോയിട്ടും ഇയ്യോബ് ദൈവത്തിനെതിരായിട്ട് ഒന്നും മിണ്ടിയില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല കഷ്ടതയുടെ നടുവിലും ഇയ്യോബ് രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ കഷ്ടതയുടെ നടുവിൽ അവൻ കൂടുതലായിട്ട് രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 42-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു എന്നാണ്. 10-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയെന്നാണ്. അവന് മുമ്പുണ്ടായിരുന്നേക്കാൾ ദൈവം ഇരട്ടിയായി കൊടുത്തവനെ അനുഗ്രഹിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, മറ്റുള്ളവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ സ്തോത്രം അർപ്പിക്കുവാനാണ്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇടയിൽ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ദൈവം പറയുന്നു, ഞാൻ അവരെ അനുഗ്രഹിക്കും, നിന്നെ അവരെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇയ്യോബിനെ പറ്റിയും ഇയ്യോബിൻ്റെ ഭാര്യയെ പറ്റിയും 3 കൂട്ടുകാരെ പറ്റിയും ഒരു യുവാവിനെ പറ്റിയും ഒക്കെ നമ്മൾ കേട്ട് ദൈവത്തെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഇനി ഒരാളുണ്ട്, അയാളെ കൂടെ പറ്റി പറഞ്ഞ് ഞാനങ്ങ് നിർത്തിക്കൊള്ളാം പെട്ടെന്ന്. ഓക്കെ. അടുത്ത നമ്മൾ കാണുന്നത് സാത്താനാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ സാത്താനെ പറ്റി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ ഏതാണ്ട് 36 പ്രാവശ്യം സാത്താൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 33 പ്രാവശ്യം പിശാച് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയോഗിയും പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവാദിയും എന്നാണ് അതിൻ്റെ അർത്ഥം. പിശാചിന് ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കും. വഞ്ചിക്കുന്ന പിശാച്, വഞ്ചിക്കുന്ന സർപ്പം, തെറ്റിച്ച് കളയുന്ന അല്ലെങ്കിൽ ചിഹ്നിച്ച് കളയുന്ന ചെന്നായി, വിഴുങ്ങിക്കളയുന്ന സിംഹം, നശിപ്പിക്കുന്ന പറവ, ഇല്ലാതാക്കുന്ന മഹാസർപ്പം, ഇങ്ങനെ അനേക പേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അവൻ്റെ ആക്രമണ രീതികൾ എങ്ങനെയാണെന്നും വേദവസനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അവൻ വെല്ലുവിളിക്കും, ചിലപ്പോൾ രാപകൽ അപവാദം പറയും, ചിലപ്പോൾ കുറ്റം ചുമത്തും, ചിലപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, ചിലപ്പോൾ നമ്മളെ ഭിന്നിപ്പിക്കും, ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കും, ചിലപ്പോൾ നമ്മളോട് എതിർക്കും, ചിലപ്പോൾ നമ്മളോട് പോരാടും. ഇങ്ങനെയൊക്കെ അനേക കാര്യങ്ങൾ അവൻ ചെയ്യും. അവൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അവനൊരു അനുകരണ വീരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ സാത്താൻ വന്ന് നമ്മളോട്, സാത്താൻ ഞങ്ങൾ നമ്മളോട് ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ആരെങ്കിലും വ്യക്തികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവല്ല പിശാചിന്റെ ആത്മാവാണെന്ന് നമ്മളത് മനസ്സിലായിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ഒരു തൃത്വമുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ പിശാചിന് ഒരു തൃത്വമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ പിശാച്, കള്ളപ്രവാചകൻ, എതിർ ക്രിസ്തു, ഇങ്ങനൊരു തൃത്വം അവൻ്റെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാത്താന്റെ പള്ളിയുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കും കാണുവാൻ സാധിക്കും. സാത്താന്റെ പള്ളി ഇന്ന് ഭൂമിയിലുമുണ്ട്. ഇനി സാത്താന്റെ പ്രഭാഷകന്മാരുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാത്താന്റെ പ്രഭാഷകന്മാർ ഇന്നിവിടെയും ഉണ്ട്. അതുപോലെ തന്നെ സാത്താന്റെ ഉപദേശമുണ്ട്. അത് നമ്മൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. സാത്താന്റെ ഉപദേശമുള്ള ആൾക്കാർ ധാരാളം ഇന്ന് ഈ ഭൂമിയിലുമുണ്ട്. സാത്താന്റെ ബലിയുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സാത്താന്റെ ബലി നടത്തുന്നവരും അനേകർ നമ്മുടെ ഭൂമിയിലുമുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ സാത്താന്റെ സുവിശേഷമുണ്ട്. അത് നമ്മൾ ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും സാത്താന്റെ സുവിശേഷം പറയുന്ന അനേക ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാത്താന് സിംഹാസനമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാത്താന്റെ ഒരു സിംഹാസനം ഇന്ന് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സാത്താന്റെ ആരാധനക്കാർ ധാരാളമുണ്ട്. ഇന്ന് ആവശ്യം പോലെ ആരാധനക്കാരുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറുതെ ഒരു അനുകരണ വീരനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവനെ അനുഗമിക്കുന്ന അനേകരെ നമുക്കിന്ന് ഈ ഭൂമിയിൽ കാണുവാൻ സാധിക്കും. എന്നാൽ സാത്താനെ സംബന്ധിച്ചോളം എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട്. കാരണം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് അവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനൊരു പരിമിതി എല്ലാ കാര്യത്തിനും. അത് നമുക്ക് തന്നെ നമ്മൾ പോയി വായിച്ച യോബിന്റെ പുസ്തകത്തിൽ 1-2 അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി അവന്റെ അവസാനം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ അന്ത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പിശാചിനെ ഒരിക്കലും ഭയക്കേണ്ടതില്ല. ദൈവമക്കൾക്ക് ഈ പിശാചിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ദൈവമക്കളുടെ കാലിൻ്റെ അടിയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏത് കർത്താവ് നമുക്ക് വന്ന് ഈ ഭൂമിയിൽ വന്ന് കർത്താവ് നമുക്ക് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവനെ നമുക്ക് ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സ്ഥാനം നമ്മുടെ കാലിൻ്റെ അടിയിലാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനല്ലോ. അവനോട് നമ്മൾ എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് അനേകർ അവനെ ചുമന്നുകൊണ്ട് നടക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് അവരോട് എതിർത്ത് നിൽക്കണം. അതിന് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ആ സർവായുധ വർഗം ധരിച്ച് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അരയ്ക്ക് സത്യം കെട്ടി നിൽക്കണം. നീതിയുടെ കവചം ധരിച്ച് നിൽക്കണം. സമാധാന സുവിശേഷങ്ങൾ ഒരുക്കം കാലിൽ ചെരുപ്പാക്കി നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശത്രുവിന്റെ തീയമ്പുകളെ എടുത്തുവാൻ തക്കണം. വിശ്വാസത്തിന്റെ പരിചയം നമ്മൾ നിൽക്കണം. രക്ഷയുടെ സ്ഥിരശ്രമം എപ്പോഴും ധരിച്ച് നിൽക്കണം. ദൈവവചനം ആത്മാവിന്റെ വാള് കയ്യിലെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഏത് നേരവും സദാസമയവും സകല പ്രാർത്ഥനയാലും യാതനയാലും അവനോട് പോരാടുവാൻ, ആത്മാവിൽ പോരാടുവാൻ തക്കണം പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം. ദൈവത്തിന് ഈ സർവായുധ വർഗം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഏഴയിൽ തടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചതിനകത്ത് ഇയ്യോബിന്റെ വാക്കുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നെ സ്വാധീനിച്ചതുമായ ഒരു വാക്യമുണ്ട്. അതും കൂടി ഞാനൊന്ന് പറയട്ടെ. 13-ാം അധ്യായം 15-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ കടന്നു പോകുന്ന കഷ്ടത എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ കഷ്ടതയൊന്നും ഇയ്യോബിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. അവൻ പറയുന്നത്, ഇനി എന്നെ വന്ന് കൊന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്നാലും അവനെ കാത്തിരിക്കുമെന്ന് അവൻ പറയുന്നത്. അവൻ്റെ വിശ്വാസം എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് അവന് മരണഭയം എന്ന് പറയുന്നത് അവനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പരീക്ഷയുണ്ട് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പരീക്ഷയിൽ കൂടി കടത്തിവിടുമ്പോൾ അതിൽ തെളിഞ്ഞു വരണം. നമ്മൾ തെളിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് കിരീടം പ്രാപിക്കാൻ ഒക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മളെ വേർതിരിപ്പാൻ കഴിയില്ലെന്നാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ, ഇനി പട്ടിണി ആയിക്കോട്ടെ, നഗ്ന ആയിക്കോട്ടെ, വാളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ദൈവത്തിന് സ്തോത്രം, എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഈ പൗലൂസ് ഓടിയതുപോലെ നമ്മൾ മുമ്പോട്ട് ഓടണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു, അവൻ വീണാലും നിലം പരിചാകില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 37, 24, 25 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വഴിയിൽ കൂടി നമുക്ക് നടക്കുവാൻ സാധിക്കണം. ആ വഴിയിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്കിങ്ങനെ ഇത്രയും സമയം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് എല്ലാ രോഗങ്ങളും ഉണ്ട്. എൻ്റെ ഷുഗർ ഹൈ ആണ്. എൻ്റെ തൊണ്ട എപ്പോഴും വരണമെന്ന മനുഷ്യനാണ്. നാം ഉണങ്ങിപ്പോകുന്ന മനുഷ്യനാണ്. വെള്ളം കുടിക്കാതെ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. മാത്രവുമല്ല, എനിക്ക് ജലദോഷവും അതും ഇതൊക്കെ ഉണ്ട്. ഒത്തിരി രോഗങ്ങളുണ്ട്. തൈറോയ്ഡ് ഉണ്ടായതുകൊണ്ട് സൗണ്ട് ഒന്നും എടുത്ത് എനിക്ക് പറയാനോ പാടാനോ ഒന്നും ഒക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തിയ കൃപയ്ക്കായി ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിങ്ങനെ നിങ്ങളുമായിട്ട് സംഭാഷിക്കുവാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന റാണി പാസ്റ്ററോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റാണി പാസ്റ്ററുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ നിമിഷം വരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇനി ഇത് കഴിഞ്ഞ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധികമായിട്ട് സഹായിക്കുകയും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ലേലുയാ, ആഹാ